കഴിഞ്ഞ ദിവസം യു.എസും ഇറാനും ചർച്ച നടത്തിയിരുന്നു. ഒമാനിലെ മസ്കറ്റിൽ വെച്ചായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച. പിന്നാലെ യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്താനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ചർച്ചകൾ നടത്തുമ്പോഴും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മസ്കറ്റിലെ ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. സമാധാന ആവശ്യങ്ങൾക്ക് ആണവ ഗവേഷണം നടത്താൻ ഇറാന് അവകാശമുണ്ടെന്നാണ് ആ രാജ്യം ചർച്ചയിൽ വാദിച്ചതെന്നാണ് റിപ്പോർട്ട്. ആണവ പരീക്ഷണങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിരീക്ഷണം ഇറാൻ അനുവദിക്കും. ഇതിനു പകരമായി തങ്ങൾക്ക് മേലുള്ള യു.എസ് സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനും യു.എസും തമ്മിലുള്ള ചർച്ചകൾ തുടരുമെന്നാണ് ഇരുവിഭാഗങ്ങളും അറിയിച്ചത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കാനുള്ള വ്യവസ്ഥകളും ചർച്ചയ്ക്ക് വിഷയമാക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള, പലസ്തീനിലെ ഹമാസ് തുടങ്ങിയ സംഘടനകളെ സഹായിക്കുന്നത് ഇറാനാണെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപിക്കുന്നുണ്ട്. ഈ സംഘടനകൾക്ക് സഹായം നൽകുന്നത് ഇറാൻ അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. ഇറാനെ ലക്ഷ്യമാക്കി യു.എസ് വലിയ സേനാവിന്യാസമാണ് മിഡിൽ ഈസ്റ്റിൽ നടത്തിയിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വലിയ സന്നാഹങ്ങളെ യു.എസ് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. യു.എസ് ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ യു.എസ് കേന്ദ്രങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കുന്നത്. മേഖലയിൽ ഇറാൻ നിരീക്ഷണം ശക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യു.എസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ദീർഘദൂര ഡ്രോണുകളായ ഷാഹെദ്, ഫോർട്രോസ് എന്നിവയാണ് ഇറാൻ വിന്യസിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ ഡ്രോണുകൾക്ക് 20 മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാനുള്ള ശേഷിയുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു ഡ്രോൺ USS എബ്രഹാം ലിങ്കൺ വെടിവെച്ചിട്ടിരുന്നു. ഇറാൻ അയച്ച ഈ ഡ്രോണുകളാണ് അമേരിക്കയുടെ വിവരങ്ങൾ ചോർത്തിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അമേരിക്കൻ യുദ്ധക്കപ്പലിലേക്ക് നിരീക്ഷണ ഡ്രോൺ അയച്ചെന്ന് ഇറാൻ സമ്മതിച്ചിരുന്നു. ഡ്രോണുകളിൽ ഒന്നിനെ അമേരിക്ക വെടിവെച്ചിട്ടിരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഡ്രോണുകൾ അമേരിക്കയുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിനിടെ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ യു.എസ് അടിയന്തര നിർദ്ദേശം നൽകി. യു.എസ് എംബസിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കൻ പൗരന്മാരോട് യു.എസ് ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്.